സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. സോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് 1882 സെക്ഷൻ 10, 11, 12 ആണ് നമ്മളിത് നോക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ഫറിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻസ് ആണ് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക്. സോ വാട്ട് ഈസ് സെക്ഷൻ 10? കണ്ടീഷൻസ് റെസ്ട്രെയിനിങ് ഏലിയനേഷൻ. അതായത് ഒരു ട്രാൻസ്ഫറിക്ക് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ട്രാൻസ്ഫറിക്കാണ്, പിന്നെ അത് വിൽക്കുകയോ അതിന്മേലുള്ള റൈറ്റും ഒക്കെ എന്താണ് ട്രാൻസ്ഫറിക്ക് കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ട്രാൻസ്ഫറി ഈ പറയുന്ന പ്രോപ്പർട്ടി വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടൊരു അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫറർക്ക് ഒരിക്കലും ട്രാൻസ്ഫറിയുടെ പ്രോപ്പർട്ടിന്മേൽ വെക്കാനായിട്ട് സാധിക്കില്ല. സോ അത് വോയിഡാണ്. സോ അതാണ് സെക്ഷൻ 10 പറയുന്നത്. കണ്ടീഷൻ അബ്സല്യൂട്ട്ലി റെസ്ട്രെയിനിങ് ദ ട്രാൻസ്ഫറി ഫ്രം ഡിസ്പോസിങ് ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് വോയിഡ്. സോ സെക്ഷൻ 10 ഡീൽസ് വിത്ത് അബ്സല്യൂട്ട്ലി റെസ്ട്രെയിനിങ് ദ ട്രാൻസ്ഫറി. അതായത് ഒരു അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് വോയിഡ് ആണ് എന്നാണ് സെക്ഷൻ 10 പറയുന്നത്. സോ ഒരു പാർഷ്യൽ റെസ്ട്രിക്ഷൻ്റെ കാര്യമല്ല ഇതിൽ പറയുന്നത്. അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഫാമിലി സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ പാർട്ടീഷൻ ഡീഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആക്ടിൻ്റെ കീഴിൽ അത് നടപടിയാവില്ല. കാരണം നമുക്കറിയാം ഒരു ഹയർ എന്ന് പറയുന്ന ഒരാൾ പ്രോപ്പർട്ടി ടെസ്റ്റേറ്ററിൻ്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന ഹയർക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ടെസ്റ്റേറ്ററിൻ്റെ മരണശേഷം. പക്ഷേ അതെന്താവില്ല, ഒരു ടൈറ്റിൽ അവിടെ കിട്ടുന്നില്ലല്ലോ. കാരണം അത് ഓൾറെഡി അദ്ദേഹത്തിന് അവകാശപ്പെട്ടിരുന്നായിരുന്നു, ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ അവകാശപ്പെട്ടിരുന്ന ഈ ഒരു സെക്ഷൻ ആ ഒരു കേസിൽ ആപ്ലിക്കബിൾ ആവില്ല. അതുപോലെ തന്നെ സെക്ഷൻ 10 2 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതായത് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റുന്ന 2 സിറ്റുവേഷൻസ് എക്സെപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ലെസ്സിക്ക് പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻ അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കാരണം അത് ലീസിന് കൊടുത്തിരിക്കുന്നതാണ്. ആ പറയുന്ന ലെസ്സർക്ക് മാത്രമാണ് അത് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇത്ര കാലത്തേക്ക് അത് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ നമുക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഏലിയനേഷൻ അഥവാ വേറൊരാൾക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു റെസ്ട്രിക്ഷൻ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതാണ് എക്സെപ്ഷൻ നമ്പർ 1. ഇനി എക്സെപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു, മുഹമ്മദൻ, ബുദ്ധിസ്റ്റ് ഒഴികെയുള്ള അതായത് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിന് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതായത് കണ്ടീഷൻ എന്താണ്? ദാറ്റ് ഷീ ഷാൽ നോട്ട് ഹാവ് പവർ ഡ്യൂറിങ് ഹെർ മാരേജ് ടു ട്രാൻസ്ഫർ ഓർ ചാർജ് ദ സെയിം ഓർ ഹെർ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ദെയറിൻ. അതായത് ഈ പറയുന്ന ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ പ്രോപ്പർട്ടി ആ ഒരു ക്രിസ്ത്യൻ വുമണിൻ്റെ ഡ്യൂറിങ് ഹർ മാരേജ് ഷീ കനോട്ട് ട്രാൻസ്ഫർ ദ ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാനായിട്ട് പറ്റും. അത് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് കാരണം ചിലപ്പോൾ അത് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്ത പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ കല്യാണശേഷം ചിലപ്പം ഈ പറയുന്ന വരൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അത് വിൽക്കേണ്ടി വരരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിലോ എന്നോർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂറിങ് ഹെർ മാരേജ് ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വെക്കാൻ പറ്റും. പ്രോപ്പർട്ടി എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതല്ല എന്നുണ്ടെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ക്രിസ്ത്യൻ വുമണിന് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ഇമ്പോസ് ചെയ്യാനായിട്ട് ലോ അനുവദിക്കുന്നുണ്ട്. സോ അതാണ് സെക്ഷൻ 10. സോ സെക്ഷൻ 10 എന്താണ് പറയുന്നത്? അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ ഒരിക്കലും ട്രാൻസ്ഫറർക്ക് ട്രാൻസ്ഫറിൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ വെക്കുവാനായിട്ട് ലോ അനുവദിക്കുന്നില്ല. കാരണം അത് ട്രാൻസ്ഫറിക്ക് കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്. എന്ത് ചെയ്യണം, പ്രോപ്പർട്ടി വിൽക്കണോ വേണ്ടയോ എന്നുള്ള റൈറ്റ് ട്രാൻസ്ഫറിക്ക് ഉണ്ട്. പക്ഷേ 2 എക്സെപ്ഷൻ സിറ്റുവേഷൻ വരുന്നുണ്ട്. ക്രിസ്ത്യൻ വുമണിന് പ്രോപ്പർട്ടി കൊടുക്കുമ്പം ഇങ്ങനൊരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ ലെസ്സിക്ക് പ്രോപ്പർട്ടി കൊടുക്കുമ്പം എലിനേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാം. അത് രണ്ടും വാലിഡാണ്. സോ നൗ വി ആർ ഗോയിങ് ടു സെക്ഷൻ 11. റെസ്ട്രിക്ഷൻസ് റെപ്പഗ്നൻ്റ് ടു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ്. അതിനകത്ത് കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ഒരാൾക്ക്, ഒരു ട്രാൻസ്ഫറിക്ക് അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇൻട്രസ്റ്റ് ക്യാൻസലേഷൻ വരുന്ന രീതിയിൽ റെപ്പഗ്നൻ്റ് എന്ന് വെച്ചാൽ അതിനെതിരായിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇഫ് ആൻ അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ, നോ ഫർദർ റെസ്ട്രിക്ഷൻ ക്യാൻ ബി ഇമ്പോസ്ഡ് റിഗാർഡിംഗ് ദ മാനർ ഓഫ് യൂസ് ഓർ എൻജോയ്മെൻറ്റ്. അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു
റൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നോ ഫർദർ റെസ്ട്രിക്ഷൻ, അതിന്മേലൊരു റെസ്ട്രിക്ഷൻ പിന്നീട് ഇമ്പോസ് ചെയ്തൊരു കണ്ടീഷൻ വെക്കുന്നത് ലീഗലി ഇൻവാലിഡ് ആണ്. സോ അതിലൊരു ഇല്ലുസ്ട്രേഷൻ പറയുന്നുണ്ട്. A and B entered into a sale deed which provided that the land should be used for the purpose of starting a college. This condition is invalid. B can enjoy the land in any manner that he chooses and the sale deed is valid. സോ എയും ബിയും തമ്മിലൊരു സെയിൽ ഡീഡ് രൂപീകരിച്ചു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, പ്രൊവൈഡഡ് ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റാർട്ടിങ് എ കോളേജ് എന്നാണ് ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്തു. പക്ഷേ ഇവിടെ ആ ഒരു കണ്ടീഷൻ ഇൻവാലിഡ് ആണ്. കാരണം അങ്ങനെ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് എയ്ക്ക് അനുവാദമില്ല. കാരണം ബിക്ക് കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താണ്. ആ ലാൻഡിന്മേൽ എന്ത് ചെയ്യണം എന്നുള്ളത് ബിയുടെ റൈറ്റ് ആണ്, അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ആണ്. സോ അത് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ അതെന്താണ്, ഇൻവാലിഡ് ആണ്. സോ അതാണ് സെക്ഷൻ 11. Now we are going to section 12. Any condition to make the transferee to lose the interest in the transferred property in the following circumstances is void. ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ട്രാൻസ്ഫറിയുടെ മേലെ ഒരു അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്ത വോയിഡ് ആവുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓൺ ഇൻസോൾവൻസി ഓഫ് ദ ട്രാൻസ്ഫറി ടു റിവേർട്ട് ബാക്ക് ദ ഇൻട്രസ്റ്റ് ടു ദ ട്രാൻസ്ഫറർ. അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫറിക്ക് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന ട്രാൻസ്ഫർ ഇൻസോൾവൻ്റ് ആയി പോയാൽ, അതല്ലെങ്കിൽ പാപ്പരായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത പ്രോപ്പർട്ടി തിരിച്ച് ഈ ട്രാൻസ്ഫർ ചെയ്ത ആളുടെ കയ്യിൽ തന്നെ തിരിച്ചു വരണം എന്ന് ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്താൽ അതെന്താണ്, വോയിഡ് ആണ് ലോയിൽ. Then second is, on transferee's attempt to transfer or dispose the property to revert back the interest to the transferor. അതായത് ട്രാൻസ്ഫറി ഈ പറയുന്ന പ്രോപ്പർട്ടി എലിനേറ്റ് ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത ട്രാൻസ്ഫററുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തപ്പെടണം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചാൽ അതെന്താണ്, അതും വോയിഡാണ്. കാരണം ട്രാൻസ്ഫറുടെ താല്പര്യമാണ് അത് ആർക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു സെയില് നടത്താൻ മുതിർന്നാൽ അത് തിരിച്ച് റിപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന വിറ്റ ആളുടെ തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതെന്താണ്, വോയിഡാണ്. സോ ദീസ് ടു കണ്ടീഷൻ ഈസ് ആപ്ലിക്കബിൾ ടു എ ലീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ലെസർ ഓർ ദോസ് ക്ലെയിമിങ് അണ്ടർ ഹിം. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാം, ലെസർക്ക് ലെസിയുടെ മേൽ ഇമ്പോസ് ചെയ്യാം. കാരണം അതൊരു പാട്ടത്തിന് കൊടുത്ത പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് മറിച്ച് വിൽക്കാനായിട്ട് ലോ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനൊരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും സാധിക്കില്ല. സോ അതാണ് കണ്ടീഷൻസ് ദാറ്റ് ക്യാൻ ബി ഇമ്പോസ്ഡ് when a transferor transfers the property to a transferee under the Transfer of Property Act 1882 Section 10, 11 and 12. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.